നല്ല നല്ല പടം. സെക്കൻഡ് ഹാഫ് ഒക്കെ കൊള്ളാം. നല്ല മേക്കിംഗ്, നല്ല മേക്കിംഗ് ആണ്. ആർട്ട് രസമുണ്ട്. നല്ല പടമായിരുന്നു ബ്രോ. നല്ല പടം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഡയറക്ടറിന്റെ ആ ഒരു സെയിം ഒരു സൈക്കോളജിക്കൽ ഹൊറർ തീമായിരുന്നു. ഇതുവരെ ഒരു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കണ്ടിട്ടില്ലാത്ത ഇഷ്ടായി. പുള്ളിക്കാരൻ്റെ ഇങ്ങനെ ഒരു ഗെറ്റപ്പ് ചേഞ്ച് അല്ല, ഈ ഒരു ടെററൈസിങ് രീതിയിൽ ഇതുവരെ അങ്ങനെയുള്ള കണ്ടിട്ടില്ല. നല്ല പടം. ഇതെല്ലാം സിനിമാറ്റോഗ്രാഫി കൊള്ളാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫസ്റ്റ് ഇതാണ് കൊള്ളാം. രാക്ഷസ നടികർ, വേറെ ഒന്നും പറയില്ല. മേക്കിംഗ് ആണ് ഫുള്ള്. രാക്ഷസ നടികർ, അതിനപ്പുറം ഒന്നും പറയില്ല. പാൻ ഇന്ത്യൻ. വളരെ നന്നായിരുന്നു സിനിമ. ഒരു 3 പേരെ കൊണ്ട് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും സൂപ്പറായിട്ടുണ്ട്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. പടം സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്തു. ക്ലൈമാക്സ് ഒന്നും അത്ര പോരായിരുന്നു. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് പടമാണ് ഫീൽ ചെയ്തത്. പെർഫോമൻസ് വൈസ് ആണെങ്കിൽ എല്ലാവരും അവരവരുടെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി ഓക്കെയാണ് ഒരുവിധം. പടം മമ്മൂട്ടി നല്ല ലെവലായിട്ടുണ്ട് അഭിനയമൊക്കെ. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് പോകാൻ വേണ്ടി കുറച്ച് സമയം എടുത്ത്, പക്ഷെ ചെന്ന് എത്തിക്കഴിഞ്ഞിട്ട് പക്കം ഈ സെക്കൻഡ് ഹാഫ് വരെല്ലാം ഫസ്റ്റ് ഹാഫ് വരെ ഒരു ഇതാണ് സ്ലോ പേസ് ആണ്. അതിന്റെ ഷോ എൻഗേജിലാണ്. ഭയങ്കര മമ്മൂട്ട വെറും കിടില്ല. നല്ല പടമാണ്. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. ഹൊറർ എന്ന് പറയുന്നത് മീൻസ് ഫുള്ളി ഹൊറർ അല്ല, ജംപ് സ്കെയർസ് ഒന്നുമില്ല, പക്ഷെ നല്ല മൂവിയാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. എന്തോ മമ്മൂട്ടിയുടെ ആക്ടിങ്, സിദ്ധാർത്ഥ് ഭരതന്റെ ആക്ടിങ് ഒക്കെ വളരെ നൈസ് ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അടിപൊളി മൂവിയായിരുന്നു. മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും പിന്നെ മമ്മൂട്ടിയുടെയും സിദ്ധാർത്ഥിന്റെ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിരുന്നു. ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല, കാരണം ആ മൂവിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് ആപ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇത് OTT ഇറങ്ങി കാണാൻ നിൽക്കുന്നവരും തിയേറ്ററിൽ തന്നെ വന്നതാണ്. ഫസ്റ്റ് കുറച്ച് ലാഗ്, അത് ആ കഥ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു ലാഗായിട്ട് എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ സൂപ്പറാണ് ബ്രോ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് കാത്തിരുന്നൊരു പടമാണ്. എന്തെന്ന് വെച്ചാൽ ഈ പടത്തിന് റിലീസിൻ്റെ അന്ന് തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചൊരു പടമാണ്. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഒരു രക്ഷയില്ലാത്ത മൂവി. ഞാൻ ഈ പടം കാണണമെന്ന് വെച്ചാൽ ഒരിക്കലും പലരും പറയും പോലെ എന്താ പറയുക, ആ ഒരു പടത്തിനെ അല്ല, ഞാൻ മമ്മൂക്ക എന്നൊരാളിന് വേണ്ടിയാണ് ഞാൻ ഈ പടം കണ്ടത്. എന്തെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ഒരു ആക്ടിങ്, കാരണം ട്രെയിലർ വന്ന സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ എപ്പോൾ റിലീസ് എന്ന് കാത്തിരുന്നൊരു പടമാണ്. ആ രീതിയിലാണ് ഞാൻ പടം വന്ന് കണ്ടത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഒന്നും നോക്കണ്ടെന്ന് വെച്ചാൽ പടം ഒരു രക്ഷയില്ല. പറഞ്ഞതിനെക്കാട്ടി മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. പലരും പല കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ ഒന്നുമല്ല. പക്ഷെ പടം ഒരു രക്ഷയില്ല. കാരണം നമുക്ക് കണ്ടിരിക്കാം ആ ഒരു രീതിയാണ്.